91 യാത്രക്കാരുമായി പറന്ന ഒരു വിമാനം പെട്ടെന്ന് ഒരു ഇടിമിന്നലിൽ അത് ആകാശത്തു വെച്ച് തകരുന്നു. 10,000 അടി മുകളിൽ നിന്ന്, അതായത് ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു പെൺകുട്ടി സീറ്റോടെ താഴേക്ക് പതിക്കുകയാണ്. അതും ലോകത്തിലെ ഏറ്റവും ഭയം ജനിപ്പിക്കുന്ന വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും നിറഞ്ഞ ആമസോൺ കാടുകളിലേക്ക്. എല്ലാവരും അവൾ മരിച്ചെന്നുറപ്പിച്ചു. പക്ഷെ കഥ അവിടെ തീർന്നില്ല, അവിടെ തുടങ്ങുകയായിരുന്നു. ആരായിരുന്നു ആ പെൺകുട്ടി? അവൾ എങ്ങനെ ആമസോൺ കാടിനോട് പോരാടി ജയിച്ചു? കാണാം ചരിത്രത്തിലെ ഏറ്റവും അവിശ്വസനീയമായ ആ അതിജീവന കഥ. ഡിസംബർ 24 ക്രിസ്മസ് തലേന്ന് 91 യാത്രക്കാരുമായി പെറുവിലെ ലിമയിൽ നിന്നും പറന്നുയർന്ന ലാൻസ് ഫ്ലൈറ്റ് 508 എന്ന വിമാനം. വിമാനത്തിനുള്ളിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന്റെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. ആകാശത്ത് വെച്ച് വിമാനത്തിന് നേരെ ഒരു ഭീകരമായ ഇടിമിന്നലടിക്കുന്നു. വിമാനം തകർന്ന് തരിപ്പണമായി. ഏകദേശം 10,000 അടി മുകളിൽ നിന്ന്, അതായത് 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു 17 വയസ്സുകാരി പെൺകുട്ടി തന്റെ സീറ്റോട് കൂടി താഴേക്ക് പതിക്കുകയാണ്. അതും ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച മനുഷ്യവാസമില്ലാത്ത ആമസോൺ മഴക്കാടുകളിലേക്ക്. അവിടെയുണ്ടായിരുന്ന ബാക്കി 90 പേരും ദാരുണമായി മരണപ്പെട്ടു. എന്നാൽ ആ പെൺകുട്ടി മാത്രം ജീവനോടെ അവശേഷിച്ചു. അവൾ എങ്ങനെ ആമസോണിലെ വന്യമൃഗങ്ങളോടും വിഷപ്പാമ്പുകളോടും പോരാടി ജയിച്ചു? ചരിത്രത്തിലെ ഏറ്റവും അവിശ്വസനീയമായ ആ അതിജീവന കഥയിലേക്ക് നമുക്ക് പോകാം. അവളുടെ പേര് ജൂലിയൻ ഖോപ്കെ, ജർമ്മൻകാരായ മാതാപിതാക്കളുടെ മകൾ. അവളുടെ അച്ഛനും അമ്മയും ആമസോൺ കാടുകളെക്കുറിച്ച് പഠിക്കുന്ന പ്രകൃതി ശാസ്ത്രജ്ഞരായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കാടുകളെക്കുറിച്ചുള്ള കുറച്ചു അറിവുകൾ ജൂലിയനുണ്ടായിരുന്നു. അന്ന് അമ്മയോടൊപ്പം അച്ഛൻ്റെ അടുത്തേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയായിരുന്നു അവൾ. വിമാനത്തിൽ ഇടിമിന്നലേറ്റയുടൻ വിമാനം കത്താൻ തുടങ്ങി. പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്ന ജൂലിയൻ ഇരുന്ന സീറ്റ് വിമാനത്തിൽ നിന്ന് വേർപെട്ട് താഴേക്ക് പതിക്കാൻ തുടങ്ങി. വിമാനത്തിൽ നിന്ന് അമ്മയുടെ അവസാനത്തെ നിലവിളി മാത്രമാണ് അവൾ കേട്ടത്. പക്ഷെ ഇവിടെ പ്രകൃതി ഒരു അത്ഭുതം കരുതി വെച്ചിരുന്നു. ജൂലിയൻ വീണത് ആമസോൺ കാട്ടിലെ ഭീമാകാരമായ വലിയ മരങ്ങളുടെ മുകളിലേക്കായിരുന്നു. ആ മരച്ചില്ലകൾ അവളുടെ വീഴ്ചയുടെ വേഗത കുറച്ചു. അങ്ങനെ 10,000 അടി മുകളിൽ നിന്ന് വീണിട്ടും ജൂലിയൻ മരിച്ചില്ല. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ ജൂലിയൻ കാണുന്നത് ചുറ്റും വന്യമായ കാടാണ്. അവളുടെ തോളല് പൊട്ടിയിരുന്നു. കാലിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. ഒരു കണ്ണ് വീങ്ങി വീർത്തിരുന്നു. അമ്മയെ ഒത്തിരി തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ചുറ്റും മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ മാത്രം. അവിടെയാണ് ജൂലിയൻ തന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ആ കാട്ടുനിയമം ഓർത്തെടുത്തത്. കാട്ടിൽ വഴിതെറ്റിയാൽ ഒരു അരുവി കണ്ടെത്തുക. അരുവി വലിയ നദിയിലേക്ക് നയിക്കും, നദി മനുഷ്യരിലേക്ക് എത്തിക്കും. അങ്ങനെ അവൾ ഒരു ചെറിയ നീർച്ചാൽ കണ്ടെത്തി അതിലൂടെ നടക്കാൻ തുടങ്ങി. അവളുടെ കയ്യിൽ വിമാന അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ മിഠായി പൊതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിശപ്പും ദാഹവും കൊണ്ട് അവൾ വലഞ്ഞു. ഇതിനിടയിൽ അവളുടെ ശരീരത്തിലെ മുറിവുകളിൽ ഈച്ചകൾ മുട്ടയിട്ട് പുഴുക്കൾ അരിച്ചു കയറാൻ തുടങ്ങി. ആ വേദന വിവരിക്കാൻ കഴിയാത്തതായിരുന്നു. വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ചുറ്റും ഭീമൻ മുതലകളും ചതുപ്പുനിലങ്ങളും. പക്ഷെ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. തുടർച്ചയായി 10 ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ പുഴുവരിച്ച മുറിവുകളുമായി അവൾ ആമസോൺ കാട്ടിലൂടെ നീന്തിയും നടന്നും മുന്നോട്ട് നീങ്ങി. ഒടുവിൽ 11-ാം ദിവസം അവൾ പുഴവക്കിൽ ഒരു ചെറിയ ബോട്ടും തൊട്ടടുത്തായി ഒരു തടിയന്മാരുടെ ചെറിയ കുടിലും കണ്ടു. ആ കുടിലിൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ കുറച്ചു മണ്ണെണ്ണ ഇരിപ്പുണ്ടായിരുന്നു. തന്റെ മുറിവിലെ പുഴുക്കളെ കളയാൻ അവൾ ആ മണ്ണെണ്ണ മുറിവിലേക്ക് ഒഴിച്ചു. വേദന കൊണ്ടവൾ നിലവിളിച്ചുപോയി. അത്രയും ദിവസം കൊണ്ട് അവളുടെ ശരീരത്തിൽ നിന്നും 30-ലധികം പുഴുക്കളാണ് പുറത്തു വന്നത്. അന്ന് രാത്രി അവൾ ആ കുടിലിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ആ ബോട്ടിന്റെ ഉടമസ്ഥരായ പെറുവിയൻ തദ്ദേശവാസികൾ അവിടെ എത്തി. ഒരു പെൺകുട്ടി ഈ അവസ്ഥയിൽ കാട്ടിൽ കിടക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ അവൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി തൊട്ടടുത്തുള്ള ടൗണിലെ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ 11 ദിവസത്തെ മരണ പോരാട്ടത്തിനൊടുവിൽ ജൂലിയൻ ഖോപ്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അവൾ ഒരു വലിയ പ്രകൃതി ശാസ്ത്രജ്ഞയായി മാറി. തനിക്കായി ജീവൻ കാത്തുസൂക്ഷിച്ച അതേ ആമസോൺ കാടുകളെക്കുറിച്ച് അവൾ ഇന്നും പഠനം തുടരുന്നു.
മരണത്തിന്റെ താഴ്വരയിൽ നിന്നും ഇച്ഛാശക്തി കൊണ്ട് മാത്രം ജയിച്ചു കയറിയ ജൂലിയന്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അത്ഭുത കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.